വിജയ, കുട്ടികൾക്ക് നല്ലൊരു അടിച്ചുപൊളി പാട്ടൊക്കെ വെച്ചുകൊടുക്കേ, ഒരു ഹാപ്പി ആവട്ടേന്ന്. പിന്നെന്താ, പാട്ടൊക്കെ വെച്ചുകൊടുക്കാലോ, കുട്ടികൾ സന്തോഷിച്ചേട്ടേ. അല്ലെങ്കിൽ തന്നെ മനസ്സിന് ഇവിടെ തലവേദന എടുത്തിട്ട് വരാം. അതിക്കുഴഞ്ഞിപ്പോ പാട്ടും അല്ലെങ്കിൽ തന്നെ ഈ പീക്കിരിയുടെ സൗണ്ട് കൊണ്ടേ എന്റെ തലയൊക്കെ പൊട്ടിപ്പൊളിയാ. എന്താ കുൽസു ടീച്ചറെ, ഇതൊക്കെ എപ്പോഴെങ്കിലും അല്ലേ, എന്നും ടൂർ പോകണമെന്നില്ലല്ലോ. ഇതൊക്കെ തന്നെ അല്ലേ ഒരു സന്തോഷം. എന്താ കുൽസു വെച്ച് ഇങ്ങനെ? രാജാ, പാട്ട് വെക്കണ്ടോ? കുൽസു ടീച്ചർക്ക് അത്രക്ക് അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടില്ല നമ്മൾ ടൂർ വന്നത്. അല്ലാതെ നിനക്ക് ഞാൻ അടിച്ചു പൊളിക്കാനൊന്നല്ല, മനസ്സിലാക്കിക്കോ നീ. നിന്നോട് ആരാ പറഞ്ഞ സന്തോഷിക്കണ്ടെന്ന്? നിന്റെ പറച്ചിൽ കേട്ടാ തോന്നും ഞാൻ നിന്നോട് സന്തോഷിക്കണ്ടെന്ന് പറഞ്ഞെന്ന്. എന്തെങ്കിലും അയുടെ കണ്ടെത്തൽ നിവർത്തിയുള്ളൂ, എന്നാലെളുപ്പോ ഈ ടൂറൊന്നും മടക്കാൻ പറ്റുള്ളൂ. വിചാരം എന്ത് കുൽസു ടീച്ചറെ? ക്രിസ്മസ് അല്ലേ വരാൻ പോണത്, അപ്പൊ നിങ്ങള് ടൂർ പോകാൻ നിൽക്കണേ? ക്രിസ്മസ് ആഘോഷിക്കാനേ വീട്ടിലല്ലേ കുട്ടികൾ വേണ്ടത്? അതിന് നമ്മൾ അപ്പകിനൊക്കെ എത്തും കുൽസു ടീച്ചറെ, അതല്ലേ നമ്മുടെ പ്ലാന്. എന്ത് പ്ലാന്? അതൊന്നും നമ്മൾ എത്തൊന്നുമില്ല. ഈ വണ്ടി ഒന്ന് പോകാൻ വഴിക്ക് കേടുന്നു, നമ്മൾ എന്താ കാട്ടാ? അത് പിന്നെ കുൽസു ടീച്ചർക്ക് ടൂറിനോട് താല്പര്യമില്ലാത്തോണ്ടേ ഓരോരോ മുടക്കങ്ങൾ പറയുന്നതല്ലേ. വണ്ടിക്കൊന്നും ഒരു കേടുമില്ല, വണ്ടിക്ക് നല്ലോണം നോക്കിയിട്ട് തന്നെയാണ് എടുത്തിക്കുന്നത്. വണ്ടിക്കൊന്നും കേടില്ല, മനുഷ്യന്മാർക്ക് വരെ കേട് വന്നു കേട്ടല്ലേ ഇപ്പൊ വണ്ടിക്ക്. കുൽസു ടീച്ചറെ, ഇന്റെ ബസ്സിനെ കുറിച്ച് കുറ്റം പറയണ്ടട്ടോ, നല്ല കണ്ടീഷനുള്ള വണ്ടിയാണ്. ഞാൻ എന്റെ ബസ്സിനെ കുറ്റൊന്നും പറഞ്ഞിട്ടില്ല, ഞാനേ ഒരു കാര്യം പറഞ്ഞതാ. എന്നാലും നിങ്ങൾ ഇന്റെ ബസ്സിനെ കുറിച്ച് കുറ്റം പറയരുത്, ഇതിന്റെ ചോറാണേ. അല്ലെങ്കിൽ ടീച്ചർ നിങ്ങൾക്ക് താല്പര്യമില്ലേ നിങ്ങൾ ടീച്ചർമാരെ വിളിച്ചാൽ പോരാന്നില്ലേ? ഈ കുൽസു ടീച്ചർക്ക് ഇഷ്ടമില്ലെങ്കിൽ എന്തിനാ വെറുതെ നിർബന്ധിച്ച് കൊടുക്കുന്നത്? അത് പിന്നെ എപ്പോഴും കുൽസു ടീച്ചർ ടൂർ പോകുമ്പോ പിന്നാക്കം നിൽക്കും, അപ്പൊ അങ്ങനെ വിട്ടാ പറ്റില്ല വെച്ചിട്ടേ ഞാനൊന്ന് പ്രാവശ്യം നിർബന്ധിച്ചതാ. ടൂറ് പോകുമ്പോഴും വടി കൈ പിടിച്ചിക്കണോ കുൽസു ടീച്ചറെ? ഒരു വഴിയുള്ളൂ ഞാൻ നോക്കിട്ട് കാണാനുള്ളത്. എന്ത് കുൽസു ടീച്ചറെ, ആ വഴി ഏതാ? കുൽസു ടീച്ചറെ ഒന്ന് അടങ്ങി, കുട്ടികളൊക്കെ ഹാപ്പി ആയിരിക്കല്ലേ?
എന്താ പറ്റിയത്? എന്താ പറ്റിയെന്നറിയില്ല. ഇന്റെ പഠിച്ചോനേന്ന് പറഞ്ഞത് തീർന്നു നോക്കിയപ്പോ ആള് നിലത്ത് വീണ് കിടക്കണോ. വേഗം വണ്ടി വരെ ഹോസ്പിറ്റലിലേക്ക് വിട്ടോ. ദാ വിട്ടു ആരും പേടിക്കണ്ട. കുൽസ ടീച്ചറേ, കുൽസ ടീച്ചറേ, കുൽസ ടീച്ചർ ബോധം പോയി. പാൽക്കുട്ടി, ചെലപ്പോ നമ്മൾ പാട്ട് പാടിയത് കേട്ടിട്ടാവോ? ചെലപ്പോ അതിന്റെ ടീച്ചറേ, ഇത് നല്ലോണം പാടിക്കോ. അല്ല പാൽക്കുട്ടി, ഇതാണ് നല്ലോണം പാടിക്കണത്. അന്റെ പാട്ട് കേട്ടിട്ടാണ്. ടീച്ചർ വേണത് പാൽക്കുട്ടിയുടെ പാട്ട് കേട്ടിട്ടാ. അല്ല, സുൽഫിക്കർ പാടിക്കോ. എന്തായാലും പാൽക്കുട്ടി, അന്റെ പാട്ട് കൊണ്ട് ഒരു ഗുണമെങ്കിലും ഉണ്ടായല്ലോ. എന്ത് ഗുണം? ബോധം കെടുന്ന ഗുണം. രാജാ, വണ്ടി വേഗം വിട്. ടീച്ചറെ എന്താ വിട്ടോണ്ടിരിക്ക? സിസ്റ്റർ, അടുത്ത ആള് വിളിക്കൂ. ഡോക്ടറെ, ഞാനൊരു കാര്യം പറയാം. പറഞ്ഞോളൂ. ഈ മാസം 50 ലക്ഷമാണ് ടാർഗറ്റ്. ഡോക്ടറെ, നോക്കി കണ്ടും ചെയ്തോളി. അടുത്ത പേഷ്യന്റിനെ വിളിക്കൂ. ഞാൻ പറയാനൊക്കെ പറഞ്ഞു. ഇനി ഡോക്ടർ കയ്യിലാ. ടോക്കൺ നമ്പർ 57. എന്തത് എല്ലാരും പാടേ? ഏയ്, അത് പിന്നെ ഡോക്ടറെ പെട്ടെന്നേ സ്കൂൾ ബസ്സിന്നേ തല കറങ്ങി വീണതാ. അതിന് ഡോക്ടർ റൂമിക്ക് കയറിയതിന് ഒരു മര്യാദക്കല്ലടോ. അത് പിന്നെ ഞങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ പോകുന്നേ. അതിന് ടൂർ പോണവര് മൊത്തം ഇതിന്റെ ഉള്ളിലേക്ക് കയറി കൂടണോ? മൊത്തമൊന്നും കേറിയിട്ടില്ല ഡോക്ടറെ. പുറത്തുണ്ടെങ്കി ഓലിക്ക് മൊത്തം വിളിച്ചണോ? ഇയാളോടൊക്കെ സംസാരിക്കാൻ നിക്കണേ എന്നെ പറഞ്ഞാൽ മതിയല്ലോ. പേഷ്യന്റിനെ ഇങ്ങോട്ട് ഇരുത്തോ. കുൽസ ടീച്ചറെ, കുൽസ ടീച്ചറെ കണ്ണു തുറക്ക്. ഡോക്ടർ ഒന്ന് കണ്ണു തുറന്ന് നോക്ക് കുൽസ ടീച്ചറെ. വീട്ടിലൊക്കെ പോവാ കുൽസ ടീച്ചറെ. ആദ്യം ഈ വന്ന അസുഖം ഒന്ന് മാറിക്കിട്ടണ്ടേ, എന്നിട്ടല്ലേ നമ്മൾ വീട്ടിലേക്ക് പോകുന്നേ. പേഷ്യന്റിനെ ഇങ്ങോട്ട് തിരിച്ചിരുത്തോ. ഇതൊന്ന് സൂക്കടാപ്പോ. സിസ്റ്ററെ, ഞാൻ നോക്കിക്കോളാം അതൊക്കെ. എന്താണ് ഉണ്ടായത് പറയൂ. എന്തുണ്ടായെന്ന് ചോദിച്ചാലേ ഞാനേ വിസ്തരിച്ച് പറഞ്ഞുതരാം. വേണമെന്നില്ല, വിസ്തരിച്ച് പറയണമെന്നൊന്നുമില്ല, ചുരുക്കി പറഞ്ഞാ മതി. അത് പിന്നെ ഏത് പിന്നെ ഒന്ന് വേഗം പറയുന്നുണ്ടോ? എന്നിട്ട് അതെ, അത്രേ ഞങ്ങൾക്ക് അറിയുള്ളൂ ഡോക്ടറെ. ഏയ്, നിർത്ത്, ശബ്ദം ഉണ്ടാക്കല്ലേ. ഞാനൊന്ന് പരിശോധിച്ച് നോക്കട്ടെ. വേഗം നോക്ക് ഡോക്ടറെ, കുൽസ ടീച്ചർക്ക് എന്താ പറ്റിയത്? ഏയ്, ഇവിടെ ഇങ്ങോട്ട് നോക്കി. എന്താ പേര്? കുൽസു എന്ന പേര്. കുൽസു, കണ്ണു തുറക്കൂ. കുൽസു, എന്താ പറ്റിയത്? ഓഹോ, അത്രേ ഉള്ളൂ. ആ റാം ഡോക്ടറെ കണ്ടാ മതി, ഒറ്റ ഷോക്കിൽ തീരും എല്ലാ പ്രശ്നവും. അല്ല പിന്നെ തലക്കാണ് പ്രശ്നം എന്ന് പറഞ്ഞിട്ട്. ശരി നോക്കട്ടെ, തിരിഞ്ഞിരിക്ക്. അല്ല, അവിടെയാണ് പ്രശ്നം എന്നല്ലേ പറഞ്ഞത്? പിന്നെ മൊത്തം കുഴപ്പാണ്. അവിടെ മൊത്തം ചളിയാണ്, ചളി. ഒരു MRI സ്കാൻ എടുത്തോ. പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വരും. എന്നിട്ട് ചെലവ് 10 ലക്ഷം. അതന്നെ ഞാൻ പറഞ്ഞത്, എത്രയും പെട്ടെന്ന് 10 ലക്ഷം കെട്ടിവെച്ചോ. പെട്ടെന്ന് തന്നെ ഓപ്പറേഷൻ നടത്തണം. യെസ്, വളരെ ശരിയാണത്. 20 ലക്ഷം വേണ്ടി വരും. 20 ലക്ഷം? 20 ലക്ഷം.